സുഹൃത്തുക്കളെ നമസ്കാരം. നെക്സ്റ്റ് ജനറേഷൻ ബിറ്റ് കോയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം AIPF എന്ന കോയിൻ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 6 മാസമായി. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടോക്കണിൻ്റെ വില ഏകദേശം $1 $1.20 ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ജനറേഷൻ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ എത്തേരിയമാണ് AIPF കോയിന്. ഇത് ഒരു വർഷത്തേക്കൊക്കെ സ്റ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു $100 ഒരു വർഷത്തേക്ക് സ്റ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം ഏതാണ്ട് $3600 നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 5 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് സ്റ്റേക്കിങ്ങിലൂടെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ധാരാളം പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. $78,000 $78,000 അല്ല, സോറി, അഗൈൻ ഡോളർ പറയും. 78,000 ടോക്കൺ വന്നു കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മളുടെ റാങ്ക് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ നോവ റാങ്ക് ആയിരുന്നെങ്കിൽ പിന്നീട് നമ്മൾ വൈബ് റാങ്ക് ആകും. അടുത്ത റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് 50,000 വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളാകുന്ന റാങ്ക് എത്രയാണ്? നമ്മൾ 4 റാങ്കിലേക്ക് എത്തും. 4 റാങ്കിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വരുമാനം എത്രയാണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത 50-ാം ദിവസം നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു. 50-ാം ദിവസം നമ്മളുടെ ഈ 40-ാം ദിവസം വന്ന 625 പേര് അവർ ഓരോരുത്തരും അവരുടെ ഏജ് വരുത്തി. ഇത് കൂടാതെ നമ്മൾ ആദ്യത്തെ 5 പേര് കൊടുത്തു വെച്ചിട്ട് വീണ്ടും നമ്മളോട് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടാവും. അവരും ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടും. ഞാൻ അത് കണക്കാക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ നമ്മൾ കൊടുക്കുന്ന 5 പേര് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അങ്ങനെ ആരുടെ മൈക്ക് ലോക്കില കൃഷ്ണ. ഓക്കെ, ദാസ സാറ് മാത്രമേ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തു. ദാസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, സോ അടുത്ത 50 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ടീം ഈ 625 പേരും അവരും ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ 5 പേരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ ടീം 3800 ടീമാകും. അവർ ഓരോരുത്തരും 100 ടോക്കൺ വീതം എടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ പുതിയ ബിസിനസ് പറയുന്നത് 3,12,500 ടോക്കൺ ആയിരിക്കും. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 3,90,500 ടോക്കൺ. 3,90,500 ടോക്കൺ ബിസിനസ് നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളാകുന്ന റാങ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് റാങ്കിലേക്ക് നമ്മൾ എത്തിയിരിക്കും. നമ്മൾ 2 റാങ്ക് ഒറ്റയടിക്ക് ജമ്പ് ചെയ്യും. അടുത്ത 60-ാം ദിവസം വരുമ്പോൾ നമ്മളിവിടെ ജസ്റ്റ് കണക്കിലെ കളി പോലെ ഈ 5 കുടിനങ്ങൾ മാത്രം നമ്മൾ ചെയ്തു പോവുകയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സീരിയസ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മളിവിടെ ലക്ഷ്യം വെക്കുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ വരുമാനം നേടുക എന്നതാണ്. ആ വരുമാനം നേടാനായിട്ട് നമുക്കിവിടെ സാധ്യത ഉള്ളപ്പോഴത്തേക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എഫർട്ട് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ ടീം ഈ 3,125 പേര് അവരുടെ 5 പേരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ ടീം 15,625 പേരുടെ ടീമായി ആ 10 കൊണ്ടുവന്നു. അവരോരോരുത്തർ 100 ടോക്കണിന്റെ ബിസിനസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ ബിസിനസ് പറയുന്നത് 15,52,500 ടോക്കണായി. ഗ്രോസ് ടോക്കൺ എന്ന് പറയുന്നത് 19,53,000 ടോക്കൺ. അപ്പോൾ ഇത്രയും എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ ലെവൽ എന്ന് പറയുന്നത്, നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തെ റാങ്കിലേക്ക് നമ്മൾ പോയിരിക്കും. ഇത്രയും മാത്രമാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ എഴുതിയിരിക്കുന്നത്. അതിനുശേഷവും ബാക്കി വരുന്ന ആൾക്കാർ അവരുടെ പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്തു പോകും. പക്ഷെ നമ്മൾ ഇത്രയും ചെയ്താൽ പോലും നമ്മുടെ 60 ദിവസത്തിൽ നമ്മുടെ ടാർഗറ്റ് 60 ദിവസത്തെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങുകയും അവിടെ ഏതെങ്കിലും രീതിയിൽ ഷോർട്ട് ഫാൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 40 ദിവസം സമയം വീണ്ടും ഉണ്ട്. 60 ദിവസം കഴിഞ്ഞാൽ പിന്നീട് 40 ദിവസം സമയമുണ്ട് നമുക്ക് 100ലേക്ക് എത്താനായിട്ട്. നമ്മളുടെ ഇതെന്ന് പറയുന്നത് ഈ ഷോർട്ട് ഫാൾ ഇപ്പം എല്ലാവർക്കും 5 പേരൊക്കെ എടുക്കാൻ ചിലപ്പോൾ 4 ആയിരുന്നു, അടുത്ത 120 പേരുടെ സ്ഥാനം ചിലപ്പോൾ 100 ആയിരുന്നു, 90 ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇത് കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ 40 ദിവസം വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 100 ദിവസം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ ഇതിന് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യുക ടാർഗറ്റ്, നമ്മുടെ ടാർഗറ്റ് നമ്മൾ 100 ദിവസത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യും. ഈ ടാർഗറ്റിലേക്ക് എത്താനായിട്ട് നമുക്ക് വരുന്ന പോരായ്മ എന്താണ് നമ്മുടെ പോരായ്മ? ഒന്നാമത് ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ പ്രോഗ്രാമിന് രണ്ടുമുണ്ട്. നമ്മളുടെ 100 ദിവസത്തെ പ്രോഗ്രാമിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്.
അതോടൊപ്പം തന്നെ AIPF എന്നുള്ള ടോക്കൺ എന്താണ്, അതിന്റെ ബിസിനസിന്റെ കാഴ്ചപ്പാട് എന്താണ്, ആ ബിസിനസ് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ആൻസർ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നതാണ്. ഞാൻ വീണ്ടും അബ്ദുൽ കലാം സാറിന്റെ ആ ഒരു കോഴ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. വേറൊന്നുമല്ല, നമ്മൾ ആദ്യമേ ടാർഗറ്റ് ലക്ഷ്യം വെക്കും. എന്താണ് ടാർഗറ്റ്? 100 ദിവസം കൊണ്ട് എനിക്ക് 1 കോടി രൂപ നേടണം. അത് ആൾറെഡി ടീം ഉള്ളവർക്ക് ചിന്തിക്കേണ്ടത് ഞാൻ 1 കോടി നേടുന്നതോടൊപ്പം തന്നെ എന്റെ ടീമിൽ മിനിമം 10 പേരെ അല്ലെങ്കിൽ 5 പേരെ ഞാൻ ആ ലെവലിലേക്ക് എത്തുന്നു. അതിനുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവർ നമ്മൾ ഈ സെക്ഷനിലേക്ക് നമ്മൾ കടന്നു വരിക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ടാർഗറ്റ് നമ്മൾ നിക്ഷേപിക്കുക. അപ്പൊ നമ്മുടെ ടാർഗറ്റ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്നു. അതിന്റെ ഇതിനായിട്ട്, അതായത് യുവർ ടാർഗറ്റ്, നല്ല സെറ്റ് ടാർഗറ്റ്, നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആദ്യമേ നിശ്ചയിക്കുക. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇവിടെ AIPF-നെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ബെസ്റ്റ് ഇതെന്ന് പറയുന്നതൊക്കെയാണ് നമ്മുടെ ഹിന്ദി മീറ്റിംഗ്. വൈകുന്നേരം 8 മണിക്കുള്ള ഹിന്ദി മീറ്റിംഗ് ഉണ്ട്, രാവിലെ 8 മണിക്കുള്ള ഹിന്ദി മീറ്റിംഗ് ഉണ്ട്. ഈ 100 ദിവസവും നമ്മൾ ഈ 2 മീറ്റിംഗിൽ പങ്കെടുക്കാൻ മാക്സിമം ശ്രമിക്കാം. ഭാഷ, ഞാൻ വീണ്ടും പറയുന്നു, ഭാഷ മനസ്സിലായാലും ഇല്ലെങ്കിലും മീറ്റിംഗിൽ നമ്മൾ കയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് എനർജിക്കും നമ്മൾ അത് ചെയ്യാൻ തയ്യാറാവും. നമ്മൾ മീറ്റിംഗിൽ കയറി ശ്രദ്ധയോടെ കേൾക്കുക. മനസ്സിലായില്ലെങ്കിൽ സാരമില്ല, വിട്ട് കളയുക. പക്ഷേ നമ്മൾ കേട്ടോണ്ടിരിക്കുക. അത് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് കണക്കാണ്, അതുപോലെ തന്നെ നമ്മളുടെ സ്വപ്നമാണ്, നമ്മളുടെ ഡ്രീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഡ്രീമായിട്ട്, നമ്മുടെ ഹൃദയമായിട്ട്, നമ്മുടെ മൈൻഡുമായിട്ട് കണക്ട് ആയിക്കൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായതോളം. അതിന് ആദ്യം വേണ്ടത് നമ്മളുടെ ഫോക്കസാണ്. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളത് കേൾക്കാൻ തയ്യാറാകുക, പഠിക്കാൻ തയ്യാറാകുക. ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിക്കൊണ്ട് ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് വിവിധ കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഈ അബ്ദുൽ കലാം സാറിന്റെ ഈ ഒരു ആദ്യമേ എയിം ഹൈ, വലിയ എയിം വെക്കുക. അതായത് നമ്മളിപ്പോൾ 1 കോടി രൂപ 100 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നോർമൽ കേസിലുള്ള ഒരു ഇതല്ല.